നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ 6-7 മണിക്കൂർ എടുത്തിട്ട് വണ്ടിയും വീടും ഒക്കെ വൃത്തിയാക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? എൻ്റെ വീട്ടിലുണ്ട്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ 5-6 മണിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റ് എല്ലാ ദിവസവും ചെയ്യുന്നതാണ് പറയുക. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എഴുന്നേറ്റ് വണ്ടി ക്ലീൻ ചെയ്യും. മെയിൻ വണ്ടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ വീടിനകം. നല്ലതാണെന്ന് പറയാം. എല്ലാവരും പറയും നല്ലതാണില്ലേ എന്ന് പറയും. നല്ലതാണ് കേട്ടോ. ഓസിഡി ഒരു പ്രശ്നമാണ്. ഒരു രാവിലെ 5:30 തുടങ്ങുന്ന പണിയാകുമ്പോൾ 5:30-6 മണിയാകുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ, ചില ആൾക്കാരാണ്, മിക്ക ആണുങ്ങളും ഇങ്ങനെയാണ് തോന്നുന്നു അല്ലേ. അവരുടെ വണ്ടി വേറെ എന്ത് വൃത്തികേടായിരുന്നാലും, പക്ഷെ പുള്ളി എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ എല്ലാം വൃത്തി തന്നെയാണ്. അപ്പോൾ വേണ്ട നമുക്കങ്ങനെ. ഇവിടെ വേറൊരു പ്രശ്നം, ഇത്രയും കടന്ന് വൃത്തിയാക്കിയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ടയർ കൂടി കൈക്കൊണ്ടാവില്ല പുള്ളി. അതല്ല, ടയർ വരെ പോളിഷ് ചെയ്തിട്ട് പ്രശ്നം കണ്ടോ. പിന്നെ മുകളിൽ പെയിൻറ്റ്, എന്തോ കുമ്മായമൊക്കെ. നമ്മളിപ്പോൾ റെൻറ്റിന് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ കുമ്മായമാണ് തോന്നുന്നു, ഒഴിഞ്ഞ് വീഴും. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. പുള്ളി കൊണ്ട് കഴുകിയിട്ട് ഇപ്പോൾ കയറിയിട്ടേ ഉള്ളേ. വേണ്ട വേണ്ട ഇതിങ്ങനെ പൊടി ഉണ്ട്. അതിനകത്ത് ഓരോ മാർക്കുകൾ. ഇത് പുള്ളി അത്ര നന്നായിട്ട് സൂക്ഷിക്കുന്നതാണ്. പക്ഷെ എന്നാലും ഈ പാടുകൾ അത് വേറൊരു പ്രശ്നം കൂടെ. നമ്മുടെ ഈ വഴി വളരെ പരിതാപകരമാണ്. ഇവിടെ ഇതൊന്നും വലിയ കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് റോഡിലോട്ട് പോയാലാണ് ഭയങ്കര മോശം വഴിയാണ്. ആ വഴി കൂടെ പോകുന്ന ആ സൈഡിലെല്ലാം ഇതുപോലെ മരങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മൺചില്ലകളൊക്കെ നമ്മൾ മാക്സിമം വെട്ടിക്കളയും. പിന്നെ ഇത് നമ്മൾ പഞ്ചായത്തല്ല, ഇത് പ്രൈവറ്റ് ആൾക്കാരുടെയാണ്. പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി കേൾക്കത്തുമില്ല. പുള്ളി വിട്ടുവോ ഒന്നും ചെയ്യാറില്ല. നമുക്കാണ് ഇപ്പോൾ താമസിക്കുന്നവർക്കല്ലേ ബുദ്ധിമുട്ട്. പക്ഷേ ഇപ്പം എന്താ ചെയ്യുക, എവിടെ പോയി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും കാര്യമില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്.